ഹായ്, വെൽക്കം ടു അവർ ചാനൽ. സോ നമ്മളിന്ന് ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ സോഷ്യോളജി സബ്ജക്റ്റിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്ന. സോ അതിലെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസിലെ ഡൗറിയും റിലേറ്റ് ചെയ്തിട്ടുള്ള ലെജിസ്ലേഷൻ റിലേറ്റഡ് ടു ഡൗറി ഡെത്തുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഡൗറി എന്ന് നോക്കാം. ഡൗറി ഈസ് എ ഡീപ് സീറ്റഡ് സോഷ്യൽ സൈറ്റ്. വി ഹാവ് ദിസ് ടൈപ്പ് ഓഫ് സൊസൈറ്റി വെയർ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ ടു കോൾ ഫോർ ഡൗറി either during the marriage or even after the wedding. But this dreadful, difficult of dowry system nonetheless exists in our society. Like most cancers, the dowry ailment has spread at an alarming tempo. So something wishes to be finished urgently to eradicate this evil. So dowry എന്ന് പറയുന്നത് സ്ത്രീധനം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ കടന്നു പിടിച്ചിരിക്കുന്ന ഒരു എവിളാണല്ലേ, ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നിയമത്തിനെതിരെയായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഡൗറി എന്ന് പറയുന്നത്. ഒരു പെണ്ണിൻ്റെ പകരമായിട്ട് അവരുടെ സംരക്ഷണത്തിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരാണ് നിർബന്ധപൂർവ്വം വാങ്ങിക്കുന്ന അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയാം. സോ ഡൗറി അപ്രോച്ച് ദ സ്വിച്ച് ഓഫ് പാരൻ്റൽ അസറ്റ് അറ്റ് ദ വെഡ്ഡിങ് ഓഫ് എ ഡോക്ടർ. സോ ഈ ഡൗറി എന്ന് പറയുന്നത് നമ്മൾ നോർമലി എല്ലാവരും പറയുന്നതാണ്. നമ്മുടെ പാരൻറ്റിൻ്റെ അസറ്റിന് മക്കൾക്ക് അവകാശമുണ്ട്. സോ അവകാശമുണ്ട്, പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അത് ഫോഴ്സ്ഫുള്ളി നമുക്ക് ഇത്ര വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാനുള്ള അധികാരമില്ല. ഒരച്ഛന് മക്കൾക്ക് കൊടുക്കാം, പക്ഷേ അത് പെൺമക്കളെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ കൊടുക്കണമെന്നില്ല, ആൺമക്കൾക്കും കൊടുക്കാം അവരുടെ സ്വത്തുക്കൾ. സോ ഇതിൽ പെൺകുട്ടികൾക്ക് മാത്രം അവർ പറയുന്നത് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ അസറ്റ്സ് മക്കൾക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് എന്താണ്, അതൊരു ഒഫൻസാണ്. സോ അത് ഡൗറി എന്ന് പറയുന്നത് പാരൻറ്റിൻ്റെ അസറ്റ്സ് ഒരു കുട്ടിക്ക് കല്യാണത്തിന് ശേഷം കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഡൗറി എന്ന് പറയുന്നത്. അതെങ്ങനെ എന്തായിട്ടായിരിക്കാം, ഡൗറി ഈസ് എ ഫീ ഓഫ് കോയിൻസ് ഓർ ഐറ്റംസ് ഫ്രം ദ ബ്രൈഡ്സ് ഓൺ ഫാമിലി ടു ദ ഗ്രൂംസ് ഓൺ ഫാമിലി അപ്പോൺ മാരേജ്. സോ ഒരു മാരേജ് നടക്കാൻ വേണ്ടി ബ്രൈഡ് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഫാമിലിയിൽ നിന്ന് ഫീ ആയിട്ട്, അല്ലെങ്കിൽ പൈസയായിട്ടോ, അല്ലെങ്കിൽ കോയിനായിട്ടോ, അല്ലെങ്കിൽ ഗോൾഡായിട്ടോ, ഏത് രീതിയിൽ എന്ത് കൊടുത്താലും, ഇപ്പോൾ കാറ് കൊടുത്താൽ പോലും സോ അതെന്താണ്, ഡൗറിയാണ്. സോ അങ്ങനെ എന്താണ്, ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ മറ്റ് ആൺകുട്ടിയുടെ അല്ലെങ്കിൽ കല്യാണ ചെറുക്കന് കൊടുക്കുന്നതിനെ നമുക്കതെന്ന് പറയാം ഡൗറി എന്ന് പറയാം. അതെന്തും ആവാം. ഇറ്റ് അഡീഷണലി കൺസിസ്റ്റ് ഓഫ് ക്യാഷ് ആവാം, ജ്വല്ലറി ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹോം എക്യുപ്മെൻറ്റ്സ് ആവാം, ഫർണിച്ചർ ആവാം, യൂട്ടൻസിൽസ് ആവാം, വെഹിക്കിൾസ് ആവാം. സോ അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും സോ അവരുടെ ലൈഫ് സ്റ്റൈൽ ജേണിയിലേക്ക് അല്ലെങ്കിൽ ന്യൂലി മാരീഡ് കപ്പിൾസിന് കൊടുക്കുന്ന എന്തിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡൗറി എന്ന് പറയാം. ജസ്റ്റ് മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡൗറി ഈസ് കോൾഡ് ദഹജ് ഇൻ ഹിന്ദിയിൽ ഡൗറിയുടെ മീനിങ് എന്ന് പറയുന്നത് ദഹജ് എന്നാണ്. സോ അതുപോലെ 2-3 മീനിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഇട്ടതേ ഉള്ളൂ. സോ ഇൻ കന്യാദാൻ ഫാദർ ഓഫ് ദ ബ്രൈഡ് ഗീവ്സ് ദ ഫാദർ ഓഫ് ദ ഗ്രൂം ഗോൾഡ് അസറ്റ് കോയിൻസ് ആൻഡ് സോ ഫോർത്ത്. കന്യാദാനം എന്ന് പറയുന്നത് ബ്രൈഡിൻ്റെ അച്ഛൻ ഗ്രൂമിൻ്റെ അച്ഛന് ഗോൾഡ്, സ്വത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൈമാറുന്നതാണ്. വേറസ് ഫോർ ശ്രീധൻ ദ ബ്രൈഡ് ഹെർസെൽഫ് റിസീവ്സ് ഐറ്റംസ് ആൻഡ് അഡോൺസ് അറ്റ് ദ ടൈം ഓഫ് ഹെയർ മാരേജ് കോമൺലി ഫ്രം ഹെർ റിലേറ്റീവ്സ്. സോ ശ്രീധനം എന്ന് പറയുന്നത് ബ്രൈഡ് തന്നെ ബ്രൈഡിന് കൊടുക്കുന്നതാണ്. എന്താണ് ശ്രീധൻ എന്ന് പറയുന്നത്, ബ്രൈഡ് തന്നെ ബ്രൈഡിൻ്റെ അച്ഛനും അല്ലെങ്കിൽ റിലേറ്റീവ്സ് കൊടുക്കുന്ന കാര്യങ്ങൾ അത് റിസീവ് ചെയ്യുന്നതിനെ ശ്രീധനം എന്ന് പറയാം. സോ ഇതാണ് മീനിങ് എന്ന് പറയുന്നത്. സോ ഇനി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോസസ് റീസൺ ഈ ഡൗറി ഇങ്ങനെ കൊടുക്കണം, സ്ത്രീധനം കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റീസൺ ആണ് നമ്മൾ പറയുന്നത് സൊസൈറ്റി സ്ട്രക്ചറാണ്. ദ ഡൗറി മിഷൻ ഈസ് എസെൻഷ്യലി ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പാട്രിയാർക്കൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ വിച്ച് ഗൈസ് ആർ കൺസിഡേർഡ് അഡ്വാൻസ്ഡ് ടു ലേഡീസ് ഇൻ ആസ്പെക്ട്സ് ഓഫ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റി. സോ സൊസൈറ്റി സ്ട്രക്ചർ, സോ നമ്മുടെ ആ ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ പാട്രിയാർക്കൽ, ഇവിടെ എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മെയിൽ ഡോമിനൻസ് ഉള്ള ഇതിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ആണുങ്ങൾക്ക് ഡോമിനൻസ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർക്കായിരുന്നു കൂടുതൽ അഡ്വാൻസ്ഡ് കിട്ടേണ്ടത്. സോ പെൺകുട്ടികളെ സ്വീകരിക്കണമെങ്കിൽ ഇത് അങ്ങനെ പൈസ കൊടുത്താലേ അവർ സ്വീകരിക്കൂ, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പാട്രിയാർച്ചലി അതോറിറ്റി കൂടുതലാണ്, സോ അവർക്കത് കൊടുക്കണം എന്നുള്ളൊരു സൊസൈറ്റിയൽ സ്ട്രക്ചർ നമുക്കുണ്ടായിരുന്നു. സോ അത് ഈ ഒരു ഡൗറി എന്ന് പറയുന്നൊരു സംഭവത്തിലോട്ട് നയിച്ചിട്ടുണ്ട്. സോ അതൊരു സൊസൈറ്റിയുടെ സ്ട്രക്ചർ ഒരു റീസണാണ്. ഇനി സോഷ്യൽ സ്റ്റാറ്റസ്
status of women, the inferior social status of girls in Indian society is so deep-rooted inside the psyche of the human. So, നമ്മുടെ സൊസൈറ്റിയുടെ വിമൻസിൻ്റെ സ്റ്റാറ്റസ് നമ്മുടെ ആണുങ്ങളെക്കാളും വളരെ താഴ്ന്നതായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. സോ ഇന്നിപ്പോൾ എംപവർമെൻറ്റും സ്ത്രീ ശാക്തീകരണമൊക്കെ വന്ന് ഈക്വൽ ആണെന്നുള്ളതൊക്കെ വന്നെങ്കിലും പണ്ട് കാലങ്ങൾ തൊട്ട് എന്താണ് പെൺകുട്ടികൾ ആണുങ്ങൾക്കാലും ഒരുപാട് കീഴിൽ അല്ലെങ്കിൽ ഇൻഫീരിയർ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ അല്ലെങ്കിൽ മൈൻഡിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം, ഡൗറി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സംഭവം ഉടലെടുക്കാൻ കാരണമായത്. സോ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇസ് എ റീസൺ ഫോർ ഡൗറി. ഇനി അടുത്ത ഗ്രീഡ്. സോ ഗ്രീഡ് അത്യാഗ്രഹം എന്നത് എക്സ്പെക്ടേഷൻ ദാറ്റ് എ ഡൗറി വിൽ ബി ഗിവൺ അറ്റ് ദ ടൈം ഓഫ് ദ ബ്രൈഡ് ആൻഡ് ഗ്രൂംസ് എൻഗേജ്മെൻറ്റ് ഇസ് ടു കോമ്പൻസേറ്റ് ഫോർ ദ ഗ്രൂംസ് എഡ്യൂക്കേഷൻ, കരിയർ ആൻഡ് വെൽത്ത്. സോ ഒരു കല്യാണ ചെറുക്കൻ്റെ അവരുടെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള ഒരു അസറ്റ് ആവും, അവർക്ക് അവരുടെ സമ്പാദ്യമാവും, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയറിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ഒരു അത്യാഗ്രഹം ഉടലെടുക്കാൻ തുടങ്ങി. സോ അതും ഈ ഡൗറിയുമായി അല്ലെങ്കിൽ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള വയലൻസും ഡെത്തിനും എല്ലാം റീസണായി. ഫോർത്ത് വൺ റിലീജിയസ് ഫാക്ടറാണ്. റിലീജിയസ് കൺസ്ട്രെയിൻ ഇമ്പോസ്ഡ് വിയ ദ സൊസൈറ്റി ഓൺ മാരേജ് കസ്റ്റം മെയിൻലി സ്യൂട്ടബിൾ ഓഫ് ഗ്രൂം ഹാവ് എ കോൺട്രിബ്യൂട്ടിംഗ് തിങ് ടുവേർഡ്സ് ദ ഡൗറി പ്രോബ്ലം. സോ കുറേ റിലീജിയസ് ഫാക്ടേഴ്സിൽ എന്താണ് പെൺകുട്ടികൾക്ക് നമ്മളിങ്ങനെ ഇത് കൊടുക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇത് കൊടുക്കണം അങ്ങനെ റിലീജിയസ് പരമായിട്ടുള്ള രീതിയിൽ വന്നത് കാരണം എന്തായി, അതൊരു ഡൗറി എന്ന് പറയുന്നൊരു സിസ്റ്റം ഫോം ചെയ്യാൻ റീസൺ കാരണമായി. ഇനി ഇങ്ങനെ ഒരു ഡൗറി സിസ്റ്റം വന്നതുകൊണ്ട് എന്തൊക്കെ എഫക്ട്സ് ഉണ്ടായി? വയലൻസ് സോ ഇത് കിട്ടാതെ ഡൗറി കൊടുക്കാത്തവർക്ക് അവർക്കെതിരെ ആയിട്ട് വയലൻസ് ഉടലെടുക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു ഉടമ്പടിയുടെ വഴി കല്യാണം നടത്തി പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ അതിനെതിരെ അവരെന്ത് ചെയ്യും, ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ എഫക്ട്സ് ഓഫ് ഡൗറി. അതുപോലെ ജെൻഡർ ഇൻഇക്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് അല്ലേ, എന്തിനാണ് ഒരു ആണും പെണ്ണും തുല്യമാണെങ്കിൽ എന്തിനാ ഒരാൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഒരാൾക്ക് എന്തിനാണ് നമ്മുടെ അസറ്റ് കൊടുക്കുന്നത്? സോ അപ്പം അവിടെ എന്താണ് നമ്മുടെ ജെൻഡറിലൊരു ഇൻഇക്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട്. സോ അതൊരു എഫക്റ്റാണ്. അതുപോലെ ലോസ് ഓഫ് ഷാലോനെസ് ഇൻ ഗേൾസ്. അപ്പോൾ ഇതിനെതിരായിട്ട് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് പറയുന്നത്? സോ എഡ്യൂക്കേഷനിലൂടെ നമുക്കിതെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ ഇതൊരു ഒഫൻസ് ആണെന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ രീതിയിൽ ഈ ഡൗറി സിസ്റ്റത്തിനെ എതിർക്കാം. അതേപോലെ അവെയർനെസ് ക്യാമ്പയിൻസ് കൊടുക്കാം. അതുപോലെ ലോ എൻഫോഴ്സ്മെൻറ്റ്, നമുക്ക് ഡൗറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം. സെൽഫ് ഇൻഡിപെൻഡൻസ് ഓഫ് വിമൻ. സോ സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് സ്ത്രീകൾ ആർജിച്ചെടുക്കാം. സോ ഇതിലൂടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഈ ഒരു രീതിക്ക് എതിരെയായിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം. ഇനി ലെജിസ്ലേഷൻ റിലേറ്റഡ് ടു ഡൗറിയാണ് നമ്മൾ സ്ത്രീധനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ടു ഇറാഡിക്കേറ്റ് ദ എവിൽ എക്സസൈസ് ഓഫ് ഡൗറി മെനി അറ്റംപ്റ്റ്സ് ആർ മെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ വി എനാക്ട്മെൻറ്റ് ന്യൂമറസ് ലെജിസ്ലേഷൻ. സോ ഈ ഒരു ഡൗറി സിസ്റ്റം എന്ന് പറയുന്ന ഒരു എവിലിനെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇറാഡിക്കേറ്റ് അല്ലെങ്കിൽ തുടച്ചു നീക്കാൻ വേണ്ടി ഒരുപാട് ആക്റ്റുകൾ അതുപോലെ നിയമങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ദ നേഷൻ ഹാസ് ഇനാക്റ്റഡ് മെനി വിമൻ റിലേറ്റഡ് റൂൾസ് ടു ഗാർഡ് ഗേൾസ് ടുവേർഡ്സ് social inequality and social evils like rape, dowry, infant marriage, kidnapping and abduction, molestation, torture, both bodily and mental, sexual and harassment. So ഇതുപോലെ ഈ ഡൗറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ത്രീകൾക്ക് നേരെയായിട്ടുള്ള ഇൻഇക്വാലിറ്റി, അതുപോലെ ഏവിൽസ്, അതുപോലെ റേപ്പ് ചെയ്യുക, ഡൗറി, സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇൻഫൻറ്റ് മാരേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് വന്നു, ഒരുപാട് നിയമങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ ആദ്യത്തെ ഡൗറി ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു IPC ആണ്. IPC എന്തൊക്കെയാണെന്ന് ഒക്കെ നമ്മൾ പ്രീവിയസ് സോഷ്യൽ പ്രോബ്ലംസിൽ ഡൊമസ്റ്റിക് വയലൻസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് വന്ന് നോക്കുക. സോ ഇന്ത്യൻ പീനൽ കോഡിൽ 1816 304B എന്ന് പറയുന്നത് ഡൗറി ഡെത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വേർ ദ ഡെത്ത് ഓഫ് എ വിമൻ ഈസ് കോസ്ഡ് ബൈ എനി ബേൺസ് ഓർ ബോഡിലി ഇഞ്ചറി ഓർ ഒക്കേഴ്സ് അതർവൈസ് ദാൻ അണ്ടർ normal circumstances within 7 years of her marriage and is shown that suit
Before her death, she was subjected to cruelty or harassment by her husband or any relative of her husband for in connection with any demand for dowry. Such death shall be called dowry death. So, dowry death മായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ 304 ആണ് ഇന്ത്യൻ പീനൽ കോഡിൽ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 7 വർഷത്തിനിടയ്ക്ക് അവരുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അത് ഹസ്ബൻഡ് മാത്രമായിരിക്കും, ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ നിന്നും ആരിൽ നിന്നെങ്കിലും പീഡനം ഏറ്റിരിക്കണം. മരിക്കുന്നതിന് മുമ്പായിട്ട് ഇവരിൽ നിന്നേറ്റ പീഡനം അത് തെളിയിക്കണം. അങ്ങനെ പീഡനം ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഡൗറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത് എന്തെങ്കിലും വാക്ക് തർക്കത്തിലാണ് ഈ മരണം സംഭവിച്ചത് എങ്കിൽ ഇതിന് നമുക്ക് ഡൗറി ഡെത്ത് എന്ന് പറയാം. ആൻഡ് സച്ച് ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഷാൽ ബി ഡീം ടു ഹാവ് കോസ്റ്റ് ഹെർ ഡെത്ത്. അങ്ങനെ ഒരു പെൺകുട്ടി മരിച്ച അതിന് കാരണക്കാർ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ആ വീട്ടുകാരായിരിക്കും. എക്സ്പ്ലനേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സബ്സെക്ഷൻ ഡൗറി ഷാൽ ഹാവ് ദ സെയിം മീനിങ് ആസ് ഇൻ സെക്ഷൻ 2 ഓഫ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. സോ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 304B ഡൗറി ഡെത്ത് എന്ന് പറയുന്നത് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരിൽ നിന്ന് ഏൽക്കുന്ന സ്ത്രീധനത്തിൻ്റെ പേരിൽ ആ കുട്ടിക്ക് ഏൽക്കുന്ന ടോർച്ചർ കാരണം ആ കുട്ടി മരണപ്പെട്ടു പോയി അതിന് ഉത്തരവാദി ഭർത്താവിൻ്റെ വീട്ടുകാരുമായിരിക്കുമെന്നാണ്. സോ ഇനി ഇത് നമുക്ക് സെക്ഷൻ 498A ഉണ്ട്. IPC ഡീൽസ് വിത്ത്. സോ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ സെക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. 498A എന്ന് പറയുന്നത് ഹസ്ബൻഡ് മാത്രമല്ല ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സിനും കൂടെ എന്താണ് അവരെയും കുറ്റക്കാരാക്കാം എന്നുള്ളൊരു സെക്ഷനാണ് 498A. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഡൊമസ്റ്റിക് വയലൻസിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഡൗറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണ്. അത് 1961 നിലവിൽ വന്നത്. പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇതല്ല, നിർഭയ ആക്ട് ആയിരുന്നു. സോ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ആണ്. ഇറ്റ്സ് ഡൗറി ഇന്ത്യൻ റെഗുലേഷൻ ഇനാക്റ്റഡ് ഓൺ May 1, 1961 ഇൻറ്റൻഡഡ് ടു സേവ് യു ദ ഗിവിങ് ഓർ റിസീവിങ് ഓഫ് എ ഡൗറി. സോ ഒരു ഡൗറി സ്ത്രീധനം കൊടുക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു നിയമമാണേത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്നുള്ളൊരു രീതിയിൽ വന്ന ആക്റ്റാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. 1961 May 1 ആണ് ഡേറ്റ് വരുന്നത്. ഇനാക്ട് ചെയ്തത്. ഇതിൽ സെക്ഷൻ 10 ടോട്ടൽ ഡൗറി പ്രൊഹിബിഷൻ ആക്റ്റിൽ 10 സെക്ഷൻസ് ആണുള്ളത്. അതിൽ സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഈ ഡൗറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ. സെക്ഷൻ 2 ഡൗറിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്ഷൻ 3 പെനാൽറ്റി ഫോർ ഗിവിങ് ഓർ ടേക്കിംഗ് ഡൗറി. സോ ഇത് സെക്ഷൻ 3 പറയുന്നത് ഈ ഡൗറി കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വാങ്ങിക്കുകയോ ചെയ്യുന്നതിനുള്ള പെനാൽറ്റി എന്തൊക്കെ പെനാൽറ്റി കൊടുക്കുകയും വാങ്ങിക്കുകയും എന്നൊക്കെ ചെയ്യും നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് നോക്കാൻ പറയാൻ പറ്റുമല്ലേ. സോ ഇത് കൊടുക്കുന്നതും വാങ്ങുന്നതും എന്നാണ് ഒരുപോലെ തെറ്റുള്ള കാര്യം. സോ അപ്പോൾ അതിനെതിരായിട്ടുള്ള പെനാൽറ്റീസ് എന്തൊക്കെയാണെന്നറിയാം. സെക്ഷൻ 4 പെനാൽറ്റി ഫോർ ഡിമാൻഡിങ് ഡൗറി. ഇത് കൊടുക്കുകയും വാങ്ങുന്നില്ല, ഇഷ്ടത്തിൽ കൊടുക്കുന്നതല്ല, ഇത് ഡിമാൻഡ് ചെയ്യുകയാണ്. എനിക്കിതിൽ ഇത്ര ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ ഇത്ര സ്വർണം വേണം, അങ്ങനെ ഡിമാൻഡ് ചെയ്താലുള്ള അവിടെ വരുന്ന പെനാൽറ്റി എന്തൊക്കെയാണെന്നാണ് സെക്ഷൻ 4. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. സെക്ഷൻ 4 എന്ന് പറയുന്നത് പെനാൽറ്റി ഫോർ ഡിമാൻഡിങ് ഡൗറിയാണ്, ഡിമാൻഡ് ചെയ്യുന്നു. അതുപോലെ സെക്ഷൻ 4A ബാൻ ഓൺ അഡ്വർടൈസ്മെൻറ്റ്. സ്ത്രീധനം കൊടുക്കുന്നത് എന്നൊക്കെ നല്ലതാണെന്നുള്ള അഡ്വർടൈസ്മെൻറ്റ്. സോ അതൊക്കെ ബാൻ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള നിയമങ്ങൾ വരുന്ന സെക്ഷനാണ് സെക്ഷൻ 4A എന്ന് പറയുന്നത്. സെക്ഷൻ 5 എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ഫോർ ഗിവിങ് ഓർ ടേക്കിംഗ് ഡൗറി ടു ബി വോയിഡ്. സോ കൊടുക്കുക വാങ്ങുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു എഗ്രിമെൻറ്റോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ വരുന്ന കാര്യങ്ങളാണ് സെക്ഷൻ 5 വരുന്നത്. 6th ഡൗറി ടു ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ വൈഫ് ഓർ ഹെർ ഹെയർസ്. സോ സെക്ഷൻ 6 പറയുന്നത് ഡൗറി അത് ആ വൈഫ് അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യത്തിലുള്ള മക്കൾക്ക് അവകാശം, അങ്ങനെ ആ ഒരു കാര്യങ്ങൾ റിലേറ്റ് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്, അച്ഛനും അമ്മയും കൊടുക്കുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സെക്ഷൻ 6 എന്ന് പറയുന്നത്. ഇനി 7 ഒഫൻസസ് ആണ്, കൊഗ്നിസൻസ് ഓഫ് ഒഫൻസസ് ആണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒഫൻസുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്.
ഇനി 8ൽ ഒഫൻസസ് ടു കോഗ്നിസബിൾ ഫോർ സർട്ടൻ പർപ്പസ് ആൻഡ് ടു ബി നോൺ ബെയിലബിൾ ആൻഡ് നോൺ കോമ്പൗണ്ട്. സോ നമ്മൾ ചെയ്ത തെറ്റിനുള്ള എന്തൊക്കെയാണ് നോൺ ബെയിലബിൾ ആണോ നോൺ ഒഫൻസ് ആണോ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 8. സെക്ഷൻ 8A ബേർഡൻ ഓഫ് പ്രൂഫ് ഇൻ സർട്ടൻ കേസസ്. നമുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനില്ല. ഇനി സെക്ഷൻ 8B എന്ന് പറയുന്നത് ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിനെ കുറിച്ച് പറയുന്ന അവരുടെ കാര്യങ്ങൾ അടങ്ങിയതാണ്. സെക്ഷൻ 9 എന്ന് പറയുന്നത് പവർ ടു മേക്ക് റൂൾസ്. സോ ഇതിനെതിരെ റൂൾസ് എടുക്കാൻ അധികാരമുള്ള ആർക്കൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 9 വരുന്നത്. സെക്ഷൻ 10 പവർ ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ടു മേക്ക് റൂൾസ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പവർ ഈ ഒരു ഇതിൽ ഡൗറി പ്രൊഹിബിഷനിൽ അവരുടെ റോള് അല്ലെങ്കിൽ അവരുടെ പവർ എന്താണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 10. സോ ഇതിൽ ഒരു ഡൗറി പ്രൊഹിബിഷൻ ആക്റ്റിൽ ടോട്ടൽ 10 സെക്ഷൻസ് ഉണ്ട്. സോ അതോരോന്നും ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണ്. സോ ഇത് ഡൗറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ല, വിമൻസിനെതിരായിട്ട് ഉള്ള വയലൻസ് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് നിർഭയ ആക്ട് എന്ന് പറയുന്നത്. ഇത് ആദ്യം ക്രിമിനൽ ലോ ബിൽ അല്ലെങ്കിൽ കോമൺലി നോൺ ആസ് ആൻറ്റി റേപ്പ് ബിൽ എന്നാണ് ഇതിനാദ്യം അറിയപ്പെട്ടിരുന്നത്. ഇത് 2013 ഏപ്രിൽ 3-ന് പ്രണവ് മുഖർജി ഇതിന് സൈൻ ചെയ്തു. അതിനുശേഷം എന്താണെന്നായിട്ട് അറിയപ്പെട്ട നിർഭയ ആക്ട് എന്ന് അറിയപ്പെട്ട്. സോ അതൊരു റീസൺ ഉണ്ടായിരുന്നു. സോ ആ ഒരു വർഷത്തിലാണ് എന്തുവായിരുന്നു, ഒരു ബ്രൂട്ടൽ ഗേപ്പ്, ഒരു 23 വയസ്സ് ഉള്ള ഒരു പാരാമെഡിക്കൽ സ്റ്റുഡൻറ്റിനെ ബസ്സിൽ റേപ്പ് ചെയ്ത് കൊന്നു, ഗ്യാങ് റേപ്പ് ചെയ്ത് കൊന്നു. സോ അതിനെതിരായിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ലിന് നിർഭയ ആക്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇനി നിർഭയ ആക്റ്റിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. The law maintain life imprisonment for rape as the maximum sentence. സോ ഒരു റേപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് ലൈഫ് ജീവപര്യന്തം കൊടുക്കാം, അത് മാക്സിമം. അതുപോലെ ഡെത്ത് പെനാൽറ്റി, ഇത് റിപ്പീറ്റഡ് ഒഫൻഡർ ആണെങ്കിൽ അവർക്ക് ഡെത്ത് പെനാൽറ്റി വരെ കൊടുക്കാമെന്നാണ് പറയുന്നത് ഈ ഒരു ആക്ട് പ്രകാരം. It also expands the meaning of rape to include penetration of mouth, anus, urethra or vagina with the penis or any other object without consent. സോ ഇതിൽ റേപ്പ് മാത്രമല്ല, ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ഏത് പാർട്ടിലാണെങ്കിലും സെക്ഷൽ ഓർഗൻ ഇൻസേർട്ട് ചെയ്ത് അതും കുറ്റകരമാണ് എന്നാണ് ഈ ഒരു ആക്ട് വഴി പറയുന്നത്. ഇറ്റ് ഓൾസോ ഡിഫൈൻസ് സ്റ്റോക്കിംഗ് ആൻഡ് വോയറിസം ആസ് ക്രൈംസ് വിത്ത് പണിഷ്മെൻറ്റ് അപ് ടു 7 years. സോ ഈ ആക്ട് പ്രകാരം ഇത് ക്രൈം അല്ലെങ്കിൽ റേപ്പ് ചെയ്യുക മാത്രമല്ല, തെറ്റ് സ്റ്റോക്കിംഗ്, ഒരു പെൺകുട്ടിയെ അവരുടെ സമ്മതമില്ലാതെ അവരുടെ പുറകെ നടന്ന് അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും, അത് വോയറിസം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ അവരറിയാതെ എന്തെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുകയോ അവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ പകർത്തിയെടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് വോയറിസം എന്ന് പറയുന്നത്. സോ അതും ഈ ഒരു ആക്ട് പ്രകാരം ക്രൈമാണ്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സെക്ഷൻസ് നമുക്ക് ലാസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ ഗ്യാങ് റേപ്പ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് ആൻ ഒഫൻസ് വൈൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഹാസ് ബീൻ റീഡിഫൈൻഡ് ടു ഇൻക്ലൂഡ് അൺവെൽക്കം അഡ്വാൻസസ് വിത്ത് സെക്ഷൽ ഓവർച്ചേഴ്സ് ആൻഡ് ഷോയിങ് പോർണോഗ്രഫി വിത്തൗട്ട് കൺസെൻറ്റ്. സോ അതുപോലെ ഗ്യാങ് റേപ്പ് അതെല്ലാം ഒരു തെറ്റാണ്. ഒരു പെൺകുട്ടിയെ സെക്ഷലി ഹരാസ് ചെയ്യുക, അതുപോലെ സെക്ഷൽ ഇതിലോട്ട് പോർണോഗ്രഫിയിലോട്ട് അവരുടെ സമ്മതമില്ലാതെ അവരെ കൊണ്ടുവരിക, ഇതെല്ലാം ഒരു ക്രൈമാണ്. The age of consent of sex has been kept at 18. സോ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ വന്നാൽ അത് കേസ് വേറെയാവും, പോക്സോ കേസ്. സോ അത് നമുക്ക് ചിൽഡ്രൻസിൻ്റെ ഏരിയയിൽ പഠിക്കാറുണ്ട്. ദ ലോ ഓൾസോ പണിഷസ് പോലീസ് ആൻഡ് ഹോസ്പിറ്റൽ അതോറിറ്റീസ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് ഓഫ് അപ് ടു 2 years if they fail to register a complaint or treat a victim. സോ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നു അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ അതിക്രമം നടന്നിട്ട് അതിൽ പോലീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റീസ് അതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യാം, 2 വർഷത്തേക്ക് അവരെയും അവരെയും ജയിലിലടയ്ക്കാൻ ഉള്ള വകുപ്പുണ്ട് ഈ ഒരു ആക്ട്, നിർഭയ ആക്ട് പ്രകാരം. ഇനി ഈ ഒരു നിർഭയ ആക്ടിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട കുറച്ച് നിയമങ്ങൾ, സെക്ഷൻസ് ഉണ്ട്. സോ അതാണ് 326A, അത് ആസിഡ് അറ്റാക്കാണ്. 326A ആസിഡ് അറ്റാക്ക്. 326B എന്ന് പറയുന്ന അറ്റംപ്റ്റ് ടു ആസിഡ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും തെറ്റാണ്, അത് 326B ആണ്. ഇനി 354A എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻറ്റ്. 354B എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇൻറ്റൻറ്റ് ടു ഡിസ്റോബ് എ വിമൻ. സെക്ഷൽ ഹരാസ്മെൻറ്റ്, സെക്ഷലി ഹരാസ് ചെയ്യാൻ പോകണം. അതുപോലെ ഒരു വിമനെ
ബോധപൂർവം വേണമെന്ന് വിചാരിച്ച് അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സെക്ഷലി ഹരാസ് ചെയ്യുകയും ചെയ്ത് ഇതെല്ലാം വരുന്നത് 354(b)യിലാണ്. 354(d)യിൽ വരുന്നത് സ്റ്റോക്കിംഗ് ആണ്. സോ അതായത് അവരുടെ സമ്മതമില്ലാതെ അവരുടെ പുറകെ നടന്ന് അവരെ ശല്യം ചെയ്യുക. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റോക്കിങ് 354(d). സോ ഇനി ഇത് നമുക്ക് അടുത്ത ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് MCQs നോക്കാം. വിച്ച് ഇന്ത്യൻ ലെജിസ്ലേഷൻ സ്പെസിഫിക്കേഷൻ ഓഫ് ഡൗറി റിലേറ്റഡ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ? ഡൗറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ലെജിസ്ലേഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ല, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. സെക്കൻഡ് വൺ, ഡാഷ് ഇസ് എ ഫീ ഓഫ് കോയിൻസ് ഓർ ഐറ്റംസ് ഫ്രം ദ ബ്രൈഡ്സ് ഓൺ ഫാമിലി ടു ദ ഗ്രൂംസ് ഓൺ ഫാമിലി അപ്പോൺ മാരേജ്. സോ അതിനെ പറയുന്നത് നമ്മൾ ഡൗറി എന്നാണ്. ഓപ്ഷൻ എ ആണ്. Among the following, which is a reason for giving dowry to groom system? ഡൗറി സിസ്റ്റം വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി സ്ട്രക്ചർ ഉണ്ട്, അതൊരു ഫാക്ടറാണ്. റിലീജിയസ് ഫാക്ടർ ഉണ്ട്, ഗ്രീഡ്. ഇത് മൂന്നും എന്താണ് റീസൺ ആണ്. സോ ഓൾ ആണ് ആൻസർ. ഇനി ഫോർത്ത് വൺ, IPC സെക്ഷൻ ഓഫ് 304(b) ഡീൽസ് വിത്ത്. സോ ഡൊമസ്റ്റിക് വയലൻസ് അല്ല, ഡൗറി ഡെത്ത് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഫിഫ്ത്ത് വൺ, നിർഭയ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ April 3, 2013 ആണ് ആൻസർ വരുന്നത്. സിക്സ്ത് വൺ, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇനാക്റ്റഡ് ഓൺ. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ആണെങ്കിൽ അത് May 1, 1961 ആണ്. സെവൻത്ത് വൺ, സെക്ഷൻ 4 ഓഫ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 ഡീൽസ് വിത്ത്. സോ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ സെക്ഷൻ 4 എന്ന് പറയുന്നത് പെനാൽറ്റി ഫോർ ഡിമാൻഡിങ് ഡൗറി ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. എയ്ത്ത് വൺ, ടോട്ടൽ ഡാഷ് സെക്ഷൻസ് ആർ ദെയർ ഇൻ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. ടോട്ടൽ 10 സെക്ഷൻസ് ആണുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. നയൻത്ത് വൺ, നിർഭയ ആക്ട് വാസ് സൈൻഡ് ബൈ. നിർഭയ ആക്ട് സൈൻ ചെയ്തത് പ്രണബ് മുഖർജിയാണ്. സോ ഓപ്ഷൻ എ. 10th one, section 354(d) deals with stalking ആണ്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.